നമസ്കാരം. വർത്തമാനം കേരള ന്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മലബാർ പ്രതികരിക്കുന്നു എന്ന തലക്കെട്ടിൽ ഇന്ന് മദനി സിറ്റിസൺ ഫോറം എന്ന അബ്ദുൽ നാസർ മദനിയുടെ നിയമസഹായത്തിനും അദ്ദേഹത്തിൻ്റെ അന്യായമായ തടങ്കലിനുമെതിരെ പ്രതികരിക്കുന്ന സംഘടനയായ മദനി സിറ്റിസൺ ഫോറത്തിൻ്റെ ഉത്തരമേഖലാ കമ്മിറ്റി നടത്തിയ മലബാർ പ്രതികരിക്കുന്നു എന്ന പ്രോഗ്രാം ബഹുമാന്യനായ മുൻ MLA കാരാട്ട് റസാഖ് അധ്യക്ഷത വഹിക്കുകയും മുൻ സുപ്രീം കോടതി ജഡ്ജ് മാർക്കണ്ടെയ കഡ്ജു ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. ഉദ്ഘാടന പ്രഭാഷണത്തിൽ മാർക്കണ്ടെയ കഡ്ജുവിൻ്റെ പ്രബലമായ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇന്നിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് മദനി എന്നും ഇത്തരത്തിൽ ഒട്ടനവധി ആളുകളെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന നിരവധി ബോംബ് സ്ഫോടന കേസുകളിൽ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ അന്യായമായി പ്രതി ചേർക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നുണ്ട് എന്നും ഇത്തരത്തിൽ അന്യായമായി പ്രതി ചേർക്കപ്പെട്ട ഒരു ഇരയാണ് അബ്ദുൽ നാസർ മദനി എന്നും അബ്ദുൽ നാസർ മദനിയുടെ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടി ഒട്ടനവധി രോഗങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന കാഴ്ച നഷ്ടപ്പെട്ട, പ്രമേഹം മൂർച്ഛിച്ച, കിഡ്നിക്ക് അസുഖം ബാധിച്ച അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി കേരള സർക്കാരും കർണാടക സർക്കാരും മാറി വന്ന കർണാടക സർക്കാരും ഒരുപോലെ ഇടപെടണമെന്നും ഗവർണർക്ക് കത്ത് നൽകണമെന്നും ഈ വിഷയത്തിൽ ഗവർണറെ ഇടപെടുത്തണമെന്നും നിരന്തരമായി ഈ അബ്ദുൽ നാസർ മദനിയുടെ കേസുകളിൽ ഇടപെടുമെന്നും കർണാടക മുഖ്യമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും അദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എന്നും ആ ഫോൺ ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എന്നും അദ്ദേഹം ഉദ്ഘാടന പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം ഇന്നിൻ്റെ ഇന്ത്യ മഹാരാജ്യം എങ്ങനെയാണ് മുഖവിലക്കെടുക്കേണ്ടത് എന്നും എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. First of all, I want to say that I'm very happy to be here in God's own country. ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്ടിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള അതിയായ സന്തോഷം ആദ്യമായി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. I remember a few years back I wrote an article on Facebook in which I said that Keralites represent the true India. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ ഞാൻ പറഞ്ഞത് മലയാളികളാണ് യഥാർത്ഥ ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്നവർ എന്നാണ്. Because India is a country of great diversity. So many religions, so many castes, so many languages, so many racial groups, so many cultures, and you in Kerala have all of them. Therefore, you are the real Indians. ഈ രാജ്യം വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഭാഷകളുമുള്ള ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും ഹൃദയപൂർവ്വം നെഞ്ചേറ്റുവാങ്ങിയവരാണ് മലയാളികളെന്ന് ഞാൻ എപ്പോഴും സ്മരിക്കാറുണ്ട്. But while India is a country of great diversity, it is also absolutely essential that we respect all religions, all languages, all cultures. ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ നാം എല്ലാ മതങ്ങളെയും ജാതികളെയും ഒരുപോലെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരിക്കണം. Unfortunately, in recent years, certain vested interests have been trying to spread hatred among people of different communities, and they have been trying to polarize society. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആളുകൾ വെറുപ്പ് പടർത്താനും മനുഷ്യരെ ധ്രുവീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. I feel the case of Abdul Nasir Madani
is also an example of this. ഇങ്ങനെ വെറുപ്പുൽപാദിച്ചതിന്റെ ഒരു ഇരയായിട്ടാണ്, അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് അബ്ദുൽ നാസർ മഅദനിയെ ഞാൻ കാണുന്നത്. He was only a religious preacher in southern Kerala. ദക്ഷിണ കേരളത്തിലെ ഒരു മതപ്രബോധകനായിരുന്നു അബ്ദുൽ നാസർ മഅദനി. He was falsely accused in the Coimbatore bomb blast case and kept in jail illegally from 1998 to 2007 for 9 years, and in 2007 the court said he is innocent. 98 മുതൽ 2007 വരെ 9 വർഷമാണ് കോയമ്പത്തൂരിലെ ബോംബ് സ്ഫോടന കേസിൽ തെറ്റായി നിയമവിരുദ്ധമായി പ്രതി ചേർത്തുകൊണ്ട് അബ്ദുൽ നാസർ മഅദനി അടക്കപ്പെട്ടതും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നതും. He was released in 2007 when he was found innocent. Then in 2010 he was again arrested in connection with the Bangalore bomb blast case. 2007 നിയമത്തിന് മുന്നിൽ തന്റെ നിരപരാധിത്വം തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅദനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ മടങ്ങിയെത്തിയെങ്കിലും 2010 വീണ്ടും ബാംഗ്ലൂരു ബോംബ് സ്ഫോടന കേസിൽ പ്രതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നതാണ് നാം കണ്ടത്. That happened in 2010, and in 2011 when I was a judge in the Supreme Court, his bail plea came before a bench of which I was the senior judge and there was another judge who was the junior judge. It was a 2-judge bench. 2011 അബ്ദുൽ നാസർ മഅദനിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ മുൻപാകെ പരിഗണിച്ച 2-അംഗ ബെഞ്ചിൽ ഞാൻ സീനിയർ അംഗമായിരുന്നു. എന്നോടൊപ്പം ഒരു ജൂനിയർ അംഗം കൂടി ഉണ്ടായിരുന്ന രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയുടെ 2-അംഗ ബെഞ്ചാണ് അന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. I was going to grant bail, but it was a 2-judge bench. Both the judges had to agree. My junior judge did not agree. So I could not grant bail and I had to send the matter to the Chief Justice to constitute another bench. And since then, nothing has happened till yet. അന്ന് അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം അനുവദിക്കണം എന്ന കർശന നിലപാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഒരു 2-അംഗ ബെഞ്ചിൽ എന്റെ ജൂനിയറായ ജഡ്ജി അതിനോട് വിയോജിച്ചതോടെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ഈ കേസ് വിടണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ആ കേസ് തീർപ്പാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എന്റെ 2-അംഗ ബെഞ്ചിൽ ഞാൻ എടുത്ത നിലപാടിനോട് എന്റെ സഹ പാനൽ ജഡ്ജി വിയോജിച്ചത് കൊണ്ടാണ് അന്ന് അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം ലഭിക്കാതെ പോയത് എന്ന് ഓർക്കുമ്പോ ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. So he has remained in jail from firstly he was in jail from 1998 to 2007 for 9 years. Thereafter again from 2010 till today. At present I believe he is under house arrest, but under strict orders he cannot leave Bangalore. So 22 years he has spent in jail. 98 മുതൽ 2007 വരെ 9 വർഷം, 2010 മുതൽ 2023 വരെ, അതായത് ഇന്ന് വരെ. ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് അദ്ദേഹം ബംഗളൂരുവിൽ വീട്ടുതടങ്കലിലാണെങ്കിലും കർശന ഉപാധികളോടെയാണ് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഈ 22 വർഷവും അബ്ദുൽ നാസർ മഅദനി അന്യായമായ തടങ്കലിലായിരുന്നു എന്ന നിലപാടാണ് എനിക്കുള്ളത്. See, I want to tell you something about the police throughout our country. Now, criminal investigation is a science. Please translate. നമ്മുടെ നാട്ടിലെ പോലീസ് സേനയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ അന്വേഷണം എന്ന് പറയുന്നത് വലിയ അളവോളം അത് സയൻസാണ്, അത് ശാസ്ത്രമാണ്. Which means, I don't know if you have studied this, have read the stories of Sherlock Holmes. I read it in my childhood, how Sherlock Holmes goes to the spot, studies the situation there, examines the fingerprints, the fiber,
blood stains, ashes, and so on, and then he solves the crime. Or if you see YouTube, you can see crimes in America, how the American police solves crimes. They go to the spot, they gather the evidence, the fingerprints, blood stains, ashes, fibers, and so on. They send it to the laboratory for DNA testing and so on. Then the crime is solved. ഷെർലക് ഹോംസിന്റെ കഥകൾ നിങ്ങൾ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ടാവും. അയാൾ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുക? ഷെർലക് ഹോംസ് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പോകും. അവിടെയുള്ള രക്തപ്പാടുകൾ, വിരൽപ്പാടുകൾ, മറ്റു തെളിവുകൾ എന്നിവ ശേഖരിച്ചിട്ടാണ് ഷെർലക് ഹോംസ് ഒരു കുറ്റകൃത്യം തെളിയിക്കുക എന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നമ്മൾ അമേരിക്കൻ പോലീസിന്റെ വീഡിയോ കാണാറുണ്ട്. അവരും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നത് കുറ്റകൃത്യം നടന്ന ക്രൈം സീനിൽ പോയി നേരത്തെ സൂചിപ്പിച്ച രക്തപ്പാടുകളും വിരൽപ്പാടുകളും മറ്റടയാളങ്ങളും ഒക്കെ ശേഖരിച്ച് ശാസ്ത്രീയമായിട്ടാണ് ഒരു കുറ്റാന്വേഷകൻ അദ്ദേഹത്തിന് കുറ്റം തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്ന് നമുക്കറിയാം. In our country, in I think all states, the police is not given training in scientific investigation, nor is it provided with the scientific equipment like laboratories, etc., like in Western countries. So even if they want to solve a crime, they can't solve a crime because they have not been trained for solving crimes. They have not been provided with the scientific apparatus and equipment. So they can't solve the crimes. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലീസ് സേന അവർക്ക് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ മതിയായ പരിശീലനം പലപ്പോഴും നൽകാറില്ല. ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ അഭാവം അവർക്കുണ്ട്. അത്തരത്തിൽ ശരിയായ രൂപത്തിൽ കേസന്വേഷിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിച്ച് മതിയായ പരിശീലനത്തോടെ അന്വേഷണം നടത്താൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം അപര്യാപ്തമാണ് എന്ന് ഞാൻ കരുതാറുണ്ട്. But there's pressure on the police inspector that you solve the crime, otherwise you will be suspended. പക്ഷെ പലപ്പോഴും അവർക്ക് നേരായി കേസ് അന്വേഷിക്കാൻ സമയം കൊടുക്കാതെ നിങ്ങൾ അടിയന്തരമായി കേസ് തെളിയിച്ചില്ലെങ്കിൽ, അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടുമെന്ന ഭീഷണി പോലീസ് ഓഫീസർമാർക്ക് മുന്നിൽ മുഴക്കുന്നതും നമ്മൾ കാണാറുണ്ട്. So what does the police inspector do? Supposing there is a robbery somewhere in the village, he inquires who does these kind of robberies. Somebody says Kallu does these kind of robberies. So he says catch hold of Kallu, and Kallu is brought and given danda after danda, and ultimately Kallu said, don't beat me anymore, I confess. Because torture is such a terrible thing, you will confess to everything under torture. ഉദാഹരണത്തിന് ഒരു നാട്ടിൽ ഒരു കളവ് നടക്കുന്നു എന്ന് വിചാരിക്കുക. ആ കളവ് കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കല്ലു എന്നൊരാളെയാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. കല്ലുവിനെ പിടിച്ചുകൊണ്ടുവന്ന് ലാത്തി കൊണ്ട് 3-4 തവണ ക്രൂരമായി മർദ്ദിച്ച് ഒടുവിൽ കല്ലുവിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുന്ന നെറുകെട്ട ഏർപ്പാട് നമ്മൾ ഈ രാജ്യത്ത് പലപ്പോഴും കാണാറുള്ളതാണ്. Similarly, if there's a bomb blast, the police does not know who has committed the bomb blast, but they have to the inspector has to solve the crime, otherwise he will be suspended. So what does he do? He says some Muslim must have done the bomb blast. All Muslims are bomb terrorists, bomb blasters. So catch hold of some Muslim and implicate him and manufacture evidence to implicate him. സമാനമായ രൂപത്തിലാണ് രാജ്യത്ത് പലപ്പോഴും ബോംബ് സ്ഫോടന കേസുകളുടെയും അന്വേഷണം നടക്കാറുള്ളത്. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാറില്ല. അവർക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുയരും. അപ്പോഴൊക്കെ പതിവായി ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് തെളിവില്ലാതെ ഈ കേസുകളെല്ലാം അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു അന്വേഷണ രീതി കാലങ്ങളായി രാജ്യത്ത് പോലീസ് ഏജൻസികൾ തുടർന്നു വരുന്നതാണ്. This is what I suspect happened to Abdul Nasir Madani. ഇത്തരമൊരു നെറുകേടാണ് അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിലും നടന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. First he was implicated in the Coimbatore bomb blast case. Ultimately, after 9 years, court held that he is innocent. But these 9 years he was not given bail, he had to spend in jail. Now, who will restore this 9 years of his life?
9 വർഷമാണ് അദ്ദേഹം കോയമ്പത്തൂരിലെ ജയിലിൽ കഴിഞ്ഞത്. ഒടുവിൽ നിരപരാധി എന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ വിചാരണ കാലയളവിൽ ഒന്നും അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. 9 വർഷം തടവറയിൽ ഹോമിക്കേണ്ടി വന്ന അത്രയും ദിനരാത്രങ്ങൾ അബ്ദുൽ നാസർ മഅദനിക്ക് ആർക്കാണ് തിരിച്ചു നൽകാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഒരു ചോദ്യമായിരുന്നു. In the Bangalore bomb blast case, it has been pending from 2010 and this is 2013. 13 years the trial is going on. ബംഗളൂരു ബോംബ് സ്ഫോടന കേസിൽ 2010 മുതൽ ഇന്ന് വരെ, അതായത് 13 വർഷമായി കോടതിയിൽ ഇതിന്റെ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. So without going into the merit of the case, what I have done is that today morning I wrote a letter to the Chief Minister of Karnataka and copied it to the Chief Minister of Kerala. And I said that whatever be the merits of the case, I'm not going into that, but he has spent 22 years in jail now. On humanitarian ground, please pardon him. He has only one leg. He is on wheelchair. His kidneys have failed. He is about to begin dialysis. He has very severe diabetes, and because of which he is half blind, almost blind because of severe diabetes. His father is bedridden with paralysis. So on humanitarian ground, please release him, because see, apart from the judicial proceeding, there are also pardon proceedings. അദ്ദേഹത്തിന്റെ വേണ്ടി നടക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപ് ആ കേസിന്റെ മെറിറ്റുകളിലേക്കൊന്നും ഒരു മുൻ ജഡ്ജി എന്ന നിലക്ക് കടക്കുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട്. പക്ഷെ ഒരു കാര്യം, അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന 22 വർഷം ജയിലിൽ ഹോമിക്കേണ്ടി വന്ന, തന്റെ ഒരു കാല് നഷ്ടപ്പെട്ട, ഡയാലിസിസ് മൂലം തന്റെ വൃക്കകളുടെ പ്രവർത്തനം നിലച്ചുകൊണ്ടിരിക്കുന്ന, കണ്ണുകളുടെ കാഴ്ച പകുതി നഷ്ടപ്പെട്ട, തന്റെ പിതാവ് ബെഡിൽ പക്ഷാഘാതം മൂലം കിടക്കുമ്പോൾ രോഗിയായ പിതാവിനെ കാണാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ആ മനുഷ്യന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ ഈ പരിപാടിയിൽ വരുന്നതിന് മുൻപ് ഇന്ന് രാവിലെ കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രിക്ക്, അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 22 വർഷം തടവറയിൽ ഹോമിക്കേണ്ടി വന്ന ആ മനുഷ്യന് നീതി ലഭിക്കാൻ, ജാമ്യം ലഭിക്കാൻ, അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ, മതിയായ ചികിത്സ നേടാൻ, തന്റെ പിതാവിനെ കാണാൻ അവസരം ഉണ്ടാക്കണമെന്ന് ആർജവത്തോട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. So you see, there are two routes, the judicial route and the pardon route. 2 മാർഗങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഒന്നാമത്തേത് ജുഡീഷ്യറിയുടെ നിയമപരമായ വഴിയാണ്. രണ്ടാമത്തേത് മാപ്പ് നൽകുന്നതിന്റെ ഒരു സാധ്യത കൂടി അപേക്ഷിക്കുന്നുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മുൻപിൽ അവശേഷിക്കുന്നുണ്ട്. The judicial route, which began in 2010 and now it is 2023, 13 years, it has not resulted in anything. The trial is still going on and I don't know what will be the result, when it will be decided, what will be decided. ജുഡീഷ്യൽ പ്രോസസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് നാം കാണുന്നുണ്ട്. 13 വർഷമായി അനന്തമായി ഈ വിചാരണ തുടരുകയാണ്. ഇതെന്ന് അവസാനിക്കും, എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും നിർണ്ണയിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ആ കേസിന്റെ വിചാരണ ഓരോ ദിവസവും അവരെ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. But the pardon route can have result immediately, because the governor of a state can grant pardon. And now, as you know, there has been a change of government in Karnataka. It's the Congress government now. And the Chief Minister of Karnataka should immediately write a letter to the governor to grant him pardon under Article 161 of the Constitution of India.
അവശേഷിക്കുന്ന ഒരു മാർഗം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 161 വകുപ്പ് രാജ്യത്തെ ഗവർണർമാർക്ക് കൊടുക്കുന്ന സവിശേഷമായ ഒരു അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനിക്ക് മാപ്പ് നൽകാൻ, അദ്ദേഹത്തെ വിട്ടയക്കാൻ ഗവർണറോട് അഭ്യർത്ഥിക്കാൻ കഴിയുന്ന രൂപത്തിൽ കർണാടകയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ പുതിയ മന്ത്രിസഭയോട്, അതിന്റെ തലവനായ മന്ത്രിയോട് ആർട്ടിക്കിൾ 161 ഉപയോഗിച്ച് അബ്ദുൽ നാസർ മഅ്ദനിയെ വിട്ടയക്കുന്നതിന് ആവശ്യമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തണമെന്ന് കൂടി ഞാൻ ഇന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. And I appeal to the Chief Minister of Kerala to immediately telephone the Chief Minister of Karnataka and tell him that please go by the suggestion of Justice Kadju and write a letter immediately to the Governor of Karnataka. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയോട് അടിയന്തരമായി കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാനും ഈ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിച്ചുകൊണ്ട് ഒരു ഇടപെടൽ നടത്തണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. I am told by one of you that there has been an all-party meeting of leaders in Kerala, and they have decided to meet the Chief Minister of Kerala perhaps tomorrow and ask him to go by my advice and immediately contact the Chief Minister of Karnataka. ഈ പരിപാടിയുടെ സംഘാടകരുമായി സംസാരിക്കുമ്പോൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു സർവകക്ഷി സംഘം കേരള മുഖ്യമന്ത്രിയെ കണ്ട് അടിയന്തരമായ ഇടപെടൽ നടത്തുമെന്ന് നിങ്ങളുടെ നേതൃത്വം എന്നെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി അത്തരമൊരു ഇടപെടൽ കൂടി നടത്തിയാൽ അബ്ദുൽ നാസർ മഅ്ദനിയുടെ മോചനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ശുഭപ്രതീക്ഷകൾ നൽകുന്ന വാർത്തകൾ കാത്തിരിക്കാവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Under our constitutional scheme, the governor is bound by the advice of the chief minister, because we follow the British system where the king cannot act on his own discretion but has to act on the advice of the prime minister. രാജാവിന് സ്വാഭിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഭരണപാരമ്പര്യമാണ് നാം പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ എല്ലാ ഗവർണർമാരും അതാത് സംസ്ഥാന സർക്കാരുകളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിധേയരായിരിക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉയർന്നാൽ, കർണാടകയിൽ ഉയർന്നാൽ, ഗവർണർക്ക് ഈ വിഷയത്തിൽ അബ്ദുൽ നാസർ മഅ്ദനിക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. There are several decisions of the Supreme Court, like in Maru Ram versus Union of India, Kehar Singh versus Union of India, etc., where Supreme Court has said that in the matter of granting pardon, the governor has to act on the advice of the chief minister. മാധുറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കെആർ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധി കേസുകളിൽ ഒരു കേസിന്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ, അത് ആരംഭിക്കുന്നതിന് മുൻപ്, അത് പൂർത്തിയായതിനു ശേഷവും നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസിലുള്ളവരെ, പ്രതി ചേർക്കപ്പെട്ടവരെ വിട്ടയക്കാൻ സംസ്ഥാന ഗവർണർമാർക്ക് രാജ്യത്തിന്റെ ഭരണഘടന അവകാശം കൊടുക്കുന്നുണ്ട്. So if the chief minister of Karnataka writes to the governor of Karnataka to release Abdul Nasir Madani, then the governor is legally bound to release him. അത്തരത്തിലുള്ള ഒരു തീരുമാനം, ഒരു സമ്മർദ്ദം, ഒരു കത്ത് കർണാടക ഗവർണർക്ക് കൊടുക്കാൻ കർണാടകയിലെ പുതിയ സർക്കാരിനെ കൊണ്ട് അതിന് പ്രേരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം വളരെ വേഗം നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. So I am confident he will be released soon, but all of you must keep pressurizing your government that they must pursue this matter. Chief Minister Kerala must talk to the Chief Minister Karnataka, and this matter must be pursued further. എനിക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ സമരവും ഇടപെടലുകളും തുടരണം. കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മുകളിലും സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അത്തരമൊരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി കേരളത്തിലെയും കർണാടകയിലെയും സംസ്ഥാന ഗവൺമെന്റുകൾ തീരുമാനിച്ചാൽ നമുക്ക് ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. With these words, I wish to thank all of you for having invited me. I think all that I wanted to say, I have said. So, thank you all very much. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ വലിയ സമരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. തുറന്നും നിങ്ങളുടെ ഈ പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.